നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് കവി പാടിയതുപോലെയാണ് കേരളത്തിൽ ഏത് ജില്ലയിൽ ശ്രദ്ധിച്ചാലും അവാർഡ് പ്രഖ്യാപനവും അവാർഡ് നിശയുമാണ്. പ്രത്യേകിച്ചും സിനിമയുടെ മൺമറയുന്നവരുടെയൊക്കെ പേരിൽ അവാർഡുകൾ ഒരു 900 പേർക്ക് നൽകുന്ന കാലമാണ്. അവാർഡിൽ എൻട്രികൾ ലഭിക്കാൻ 1000 രൂപ മുതൽ 5000 രൂപ വരെ അടച്ചാൽ അവന് അവാർഡ് ഉറപ്പാണ്. 250 രൂപ വിലയുള്ള ഒരു ഫലകവും 10 രൂപയ്ക്ക് അടിച്ചു കിട്ടുന്ന സർട്ടിഫിക്കറ്റും നല്ല ലാഭമുള്ള കൃഷിയാണ് അവാർഡുകൾ പ്രഖ്യാപിക്കലും അവാർഡുകൾ കൊടുക്കലും. കഴിഞ്ഞ മാസം എറണാകുളത്തൊരു അവാർഡ് ദാനം ഒരു യൂട്യൂബർ സ്വന്തമായിട്ട് നടത്തി. മോഹൻലാൽ മുതൽ ഒരു 110 പേർക്ക് പുരസ്കാരം. ഇവൻ്റെ വാചകമടിയിൽ വീഴുന്ന കുറേ സ്പോൺസർമാർ. ഗംഭീര പരിപാടി. മോഹൻലാൽ അടക്കം ആരും ചെന്നില്ല. വേലയും കൂലിയില്ലാത്ത കുറേ കൂതറകൾ ചെന്നു. ആരും വന്നില്ലെങ്കിലും ഇവന് ലക്ഷങ്ങൾ ലാഭമാണ്. ഇത്തരം കടലാസ് സംഘടനകളുടെ പിരിവ് അവാർഡിനെതിരെ PR സുമേരൻ എന്ന PRO, സിനിമയിലെ PRO സർക്കാരിന് പരാതി നൽകിയിരിക്കുന്നു. ചുരുങ്ങിയത് ഇത്തരം കടലാസ് സംഘടനകൾ നടത്തുന്ന അവാർഡ് ദാനത്തിന് അവാർഡ് നിശയ്ക്കുമൊക്കെ വിലപ്പെട്ട സമയമുള്ള മന്ത്രിമാരെങ്കിലും പോകാതിരുന്നാൽ അത്രയും നല്ലത് എന്ന് ഞാൻ പറയും. കേരളത്തിലെ സതീഷ് മേനോൻ ഒരു കാര്യം ചെയ്യണം. കൂടെയുള്ള 21 മന്ത്രിമാരോടും പറയണം, നമുക്കിവിടെ പിടിപ്പത് ജോലിയുണ്ട്. അതിനിടയിൽ ഈ അവാർഡ് ദാനങ്ങൾക്ക് പോകരുത്, പ്രത്യേകിച്ച് സിനിമാക്കാരുടെ അവാർഡ് ദാനങ്ങൾക്ക് പോകരുതെന്ന് പറയണം. ഇവിടെ ആരുടെയെല്ലാം പേരിലാണ് അവാർഡ് ദാനം. ഒരാളെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അപ്പം അവാർഡ് ദാനം തുടങ്ങണം അയാളുടെ പേരിൽ. കഷ്ടമാണ്. നമസ്കാരം. ഇതുവരെ നമ്മളെ യൂട്യൂബിൽ പറയാത്തൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ടുഡേയുടെ എഡിറ്ററായിരുന്ന PK ശ്രീനിവാസൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ തലസ്ഥാനത്ത് വന്നിരുന്നു. കഴിഞ്ഞ മാസം അദ്ദേഹം പുതിയതായി എഴുതിയ പുസ്തകം മലയാള നാട് സ്മരണകളിൽ സുവർണരേഖ എന്ന് പറഞ്ഞ പുസ്തകം, അതിൻ്റെ ചർച്ചയ്ക്ക് വിസ്മയ മാക്സിലും അദ്ദേഹം വന്നിരുന്നു. ഞാനും പോയിരുന്നു. ഇപ്പോൾ ഷീനിച്ചേട്ടൻ വന്നാൽ കുടുംബ വീടുള്ള പാലോട്ടേക്കും പോവില്ല, തിരുവനന്തപുരത്ത് താമസിക്കുകയില്ല. വർക്കലയിൽ ഒരു പത്രപ്രവർത്തക ശിഷ്യനുണ്ട് ഷീനിച്ചേട്ടൻ, ഉണ്ണി. അയാൾ എഴുതാനും വായിക്കാനുമായി ഒരു മുറി എടുത്തിട്ടിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഷീനിച്ചേട്ടൻ വന്നാൽ വാസം. തിരുവനന്തപുരത്തേക്ക് വരേണ്ട ആവശ്യം ഉള്ളപ്പോൾ ട്രെയിനിൽ കയറി വരും, അതുപോലെ മടങ്ങും വർക്കലയ്ക്ക്. ഇത്തവണത്തെ വരവിൽ നാളെ ഒന്ന് കാണാമോ എന്ന് എന്നോട് തിരക്കി. പിന്നെന്ത്, കാണാം എന്ന് ഞാൻ ഏറ്റു. അദ്ദേഹം ശാസ്തമംഗലം ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ കാറും എടുത്ത് മോനുമായിട്ട് ചെന്നു. മോൻ ഓടിക്കുമല്ലോ, അപ്പോൾ ഞാനും മോനും കൂടെ ചെന്നു. ആദ്യം നെട്ടയത്ത് ഒരു ബന്ധു വീട്ടിൽ പോകണം. അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ബന്ധുവിൻ്റെ മകൻ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. കുറേ കഥകൾ എന്നോട് പറഞ്ഞു, അതിപ്പോൾ ഇവിടെ ഞാൻ പറയുന്നില്ല. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പ്രസ് ക്ലബിലേക്ക് പോയി. പ്രസ് ക്ലബിൻ്റെ മുന്നിൽ നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന കാണേണ്ട ആളെ കാണാനായില്ല. ഇനി എങ്ങോട്ട് എന്ന എൻ്റെ ചോദ്യത്തിന്, ദിനേശേ എനിക്ക് രാധാകൃഷ്ണനെ ഒന്ന് കാണണം, ഞാൻ പൊയ്ക്കോളാം എന്നായി അദ്ദേഹം. രാധാകൃഷ്ണൻ എന്നത് സംവിധായകനും പ്രശസ്ത കലാസംവിധായകനും മിനിയേച്ചർ എക്സ്പെർട്ടും ഒക്കെയായ സിനിമക്കാർ മുഴുവൻ RK എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന ആളിനെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. RK വരച്ച പോസ്റ്ററുകൾ ഒരു കാലത്ത് വലിയ ശ്രദ്ധേയമായ പോസ്റ്ററുകളായിരുന്നു. ലിസി എന്ന ഹൊറർ പടം ആലോചിച്ചാൽ മതി, ആ ചിത്രത്തിന് നീല പോസ്റ്റർ നമ്മുടെ മനസ്സിലേക്ക് വരും. ജോഷി സാറിൻ്റെ ആരംഭം പോലെ, ഇതിഹാസം പോലെ RK സ്കെച്ചുകളിൽ തീർത്ത 6 ഷീറ്റ്
പോസ്റ്ററുകൾ മനസ്സിൽ നിന്ന് മായേയില്ല. കാരണം ഒന്നാമത് വീട്ടിലറിയാതെ സിനിമ കാണുന്ന കാലത്താണ് ഈ പടമൊക്കെ കണ്ടത്. ആർക്കെ ഇപ്പോൾ താമസിക്കുന്നത്? പുന്നമൂട് എന്ന സ്ഥലത്താണ്. നമ്മുടെ കല്ലിയൂർ ശശിയുടെ വീടിൻ്റെ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്കുള്ള വാസമാണ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭാര്യയും മക്കളുടെ ഒന്നും ഒരു ബാധ്യതയില്ല. പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുക, വായിക്കുക, സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുക, ഉറങ്ങുക. ഇടയ്ക്ക് ജിജോയെ പോലുള്ളവർ, നമ്മളെ പടയോട്ടമൊക്കെ എടുത്ത കുട്ടിച്ചാത്തനൊക്കെ എടുത്ത് ജിജോയെ പോലുള്ളവർ വിളിക്കും. നേരെ കൊച്ചിക്ക് ചെല്ലും, നവോദയയിൽ താമസിക്കും. ജിജോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ പടത്തിൻ്റെ ചർച്ചകൾ, ചില വരയ്ക്കലുകൾ ഒക്കെയായി അവിടെ കുറച്ച് ദിവസം കൂടും, മടങ്ങും. ഇതാണ് ഇപ്പോൾ ആർക്കയുടെ സ്ഥിരം പരിപാടി. വെള്ളായണി കായലിൻ്റെ കരയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് ദിനേശേ എനിക്കൊന്ന് വാടകയ്ക്ക് സംഘടിപ്പിച്ച് തരണം എന്ന് എന്നോട് പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടൻ. ഞാൻ ചില പോക്കറ്റുകളിൽ വീടുകൾ തിരക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് ഒരാൾ മാത്രം താമസിക്കുന്നതിന് നൽകാൻ പലർക്കും ഒരു മടി പോലെ അല്ലെങ്കിൽ ഒരു പേടി പോലെ. ഒപ്പം സിനിമാക്കാരനും പിന്നെ പറയണ്ടല്ലോ. ഞാൻ ഇക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്തിനാണ് നമ്മൾ ഒളിച്ചു വയ്ക്കണം ചേട്ടാ, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. കാർ നേരെ പുന്നമുട്ടിലേക്ക് വിട്ടു. അത്രയും ദൂരം വരണ്ട, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാമെന്നൊക്കെ ഷീനിച്ചേട്ടൻ പറഞ്ഞിട്ടും അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടാക്കി. കബഡിയാർ കൊട്ടാരത്തിലെ പിന്മുറക്കാരിൽ ഒരാളുടെ പടം ക്യാൻവാസിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നപ്പോൾ ആർക്കെ പൂർണ്ണമായിട്ടില്ല. ഏതോ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് സമ്മാനിക്കണമെന്നുള്ളതാണ്. ശ്രീനി വരും എന്ന് വിളിച്ചു പറഞ്ഞതിനാൽ നല്ല വെന്തുടയുന്ന കപ്പയും 100 കൂട്ടൻ കപ്പയും മത്തിയും വാങ്ങി വച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് റെഡിയാക്കാം എന്ന് കരുതിയത്രേ. ഞാൻ മീൻ കഴിക്കാത്ത ആളാണല്ലോ, അതുകൊണ്ടും കാറിൽ പൈലറ്റായി മോനുള്ളതിനാലും ഞാൻ ഇറങ്ങി. അതിനിടയിൽ കുഞ്ഞു സംസാരത്തിനിടയിൽ ആർക്കെ കുര്യൻ വർണ്ണശാല വിളിച്ചതും കുര്യൻ്റെ പുതിയ സിനിമ പൂർത്തിയാകുന്നതിനെ പറ്റിയുമൊക്കെ സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത്. കുര്യൻ വർണ്ണശാലയെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പ്രശസ്തനായ കലാസംവിധായകനാണ്, പോസ്റ്റർ ഡിസൈനറാണ്, ആർക്കെ പോലെ തന്നെ സിനിമ സംവിധായകനുമാണ്. യാദൃച്ഛികമെന്നോണം അന്ന് രാത്രി എനിക്ക് കുര്യൻ വർണ്ണശാലയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. സുഹൃത്തായ IV ശശിയെ പറ്റിയുള്ളതാണ് പോസ്റ്റ്. വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. കുര്യൻ വർണ്ണശാലയെ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് അത്ര പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പ്രേം നസീറിനെ നായകനാക്കി അസ്തമിക്കാത്ത പകലുകളും, മമ്മൂട്ടിയെ നായകനാക്കി അന്തിച്ചുവപ്പും ഒക്കെ സംവിധാനം ചെയ്ത കലാസംവിധായകനും പോസ്റ്റർ ഡിസൈനറും ഒക്കെയാണ് കക്ഷി. ഇപ്പോൾ ആദം ഹവ ഇൻ ഏദൻ എന്ന സിനിമയുടെ വർക്കെല്ലാം പൂർത്തിയായി സെൻസറിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഞാൻ രാത്രിയൊന്നും നോക്കാതെ PK ശ്രീനിവാസൻ ചേട്ടനെ ശ്രീനിവാസനെ വിളിച്ചു. കുര്യൻ വർണ്ണശാലയുടെ നമ്പർ ചോദിച്ചു. അടുപ്പക്കാരായിട്ടും ഷീനിച്ചേട്ടൻ്റെ കയ്യിൽ നമ്പറില്ല. നീ ആ രാധാകൃഷ്ണനെ വിളിക്ക്, നമ്പർ അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആർക്കെ വിളിച്ചു. എനിക്ക് അയച്ചു തന്നു രാധാകൃഷ്ണൻ ചേട്ടൻ നമ്പർ. പക്ഷേ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആ നമ്പറല്ലാതെ വേറെ നമ്പറുണ്ടോ എന്ന് രാധാകൃഷ്ണൻ ചേട്ടനോട് വീണ്ടും തിരക്കി ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ തപ്പി നോക്കട്ടെ ദിനേശേ എന്ന് പറഞ്ഞു. തപ്പിയ ശേഷം എന്നോട് പറഞ്ഞു, ഇല്ല ദിനേശേ, ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. അയാളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വല്ല കാട്ടിലൊക്കെ പോയി കളയും, പിന്നെ വിദേശത്തേക്ക് കടന്നു കളയും. മക്കളെന്തോ വിദേശത്താണ്, നാളെ ട്രൈ ചെയ് എന്നായി രാധാകൃഷ്ണൻ ചേട്ടൻ. പിറ്റേന്ന് രാവിലെ എന്നെ കുര്യൻ വർണ്ണശാല ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ രാധാകൃഷ്ണനെ വിളിച്ചപ്പോൾ ദിനേശ് എൻ്റെ നമ്പർ വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. പുതിയ പടത്തിൻ്റെ കളറിങ് നടക്കുക, അതിനകത്തിരുന്നാൽ ഫോണിന് റേഞ്ച് കിട്ടില്ല. പറ, എൻ്റെ നമ്പർ എന്തിനാണ് വാങ്ങിച്ചത്? എന്നെ കത്തിവെച്ച് തീർക്കാനാണോ? ഞാൻ കാര്യം പറഞ്ഞു. IV ശശിയെപ്പറ്റി എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. രസകരമാണ്.
അതാ വിളിച്ചത്. അയ്യോ ദിനേശ, ശശിയെപ്പറ്റി ഞാൻ 20 ഭാഗമുണ്ട്, ഒന്നല്ല, ഞാൻ 20 എപ്പിസോഡ് എഴുതി. ഞങ്ങളൊരു പായയിൽ കിടന്നുറങ്ങിയവരല്ലേ, ഞാനും ശശി, തിരക്കഥാകൃത്ത് ആലപ്പി ഷെരീഫ്. ആ അനുഭവങ്ങളാണ് 20 ഭാഗമായി ഞാൻ കുറിച്ചിട്ടത്. ഞാനത് എടുത്തോട്ടെ, പിന്നെന്ത്, എന്തിനാ? എൻ്റെ ചാനലിൽ അതിലെ സ്റ്റോറികൾ ചെയ്യാൻ രസകരമായിരിക്കും. എടുത്തോ, എല്ലാം എടുത്തോ. ഞാൻ സെൻസറിങ്ങിന് വരുന്നുണ്ട് തിരുവനന്തപുരത്ത്, നമുക്ക് കാണണം. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. 20 ഭാഗവും തപ്പിയെടുത്ത് വായിച്ചു. എനിക്കറിയാത്ത ഐ.വി. ശശി അടക്കമുള്ള നമ്മുടെ സിനിമാക്കാരുടെ കഥകളാണ് ഈ 20 എപ്പിസോഡിൽ. രസമുള്ള സംഭവങ്ങൾ എല്ലാം പറയാം ഞാൻ. ഓരോ ഇടയ്ക്കിടയ്ക്ക് കുര്യൻ വർണ്ണശാലയുടെ അനുഭവം ഞാൻ പറയാം. ഐ.വി. ശശി എന്ന കലാസംവിധായകൻ, അസിസ്റ്റൻ്റ് ക്യാമറമാൻ, സഹസംവിധായകൻ, മറ്റുള്ളവരുടെ പേര് വെച്ച് 2 സിനിമകൾ സംവിധാനം ചെയ്ത ശേഷം ആദ്യമായി സ്വതന്ത്ര സംവിധായകനായ സിനിമയാണല്ലോ ഉത്സവം. ഈ പറഞ്ഞ കുര്യൻ വർണ്ണശാലയും ജെ.സി. ജോർജുമാണ് സഹസംവിധായകർ അതിൻ്റെ ഉത്സവത്തിൻ്റെ. ഇന്നത്തെ പോലെ 1900 സഹസംവിധായകരും സംവിധാന സഹായികളും അസോസിയേറ്റ് ഡയറക്ടറും ഒന്നും ഇല്ലാത്ത കാലമാണ്. സീനിയോറിറ്റി വെച്ച് പറഞ്ഞാൽ ജെ.സി. ജോർജ് കുര്യൻ വർണ്ണശാലയേക്കാൾ സീനിയറാണ്. കുര്യൻ ജോർജ് ഏട്ട എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ജെ.സി. ജോർജ് 3-4 സിനിമകളിൽ സഹസംവിധായകനായ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വർണ്ണശാല കന്നി അയ്യപ്പനുമാണ്. പോസ്റ്റ് സഹസംവിധാനം എന്ന് തന്നെ. മദ്രാസിലെ ന്യൂ ഇയർ ലാബിൻ്റെ എഡിറ്റിംഗ് റൂമിൽ ഉത്സവത്തിൻ്റെ എഡിറ്റിംഗ് നടക്കുക. ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമാക്കാർക്ക് പോലും അറിയാനിടയില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത മൂവിയോളയിൽ ഉത്സവത്തിൻ്റെ റഷ് പ്രിൻ്റ് ഓടുകയാണ്. ചില ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഐ.വി. ശശിയുടെ ഒരു കാലത്തെ സ്ഥിരം എഡിറ്ററായിരുന്ന കെ നാരായണ സാറാണ് ഉത്സവം എഡിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകിൽ സംവിധായകൻ ഐ.വി. ശശി, തിരക്കഥാകാരൻ ആലപ്പി ഷെരീഫ്, ജെ.സി. ജോർജ്, കുര്യൻ വർണ്ണശാല എന്നിവർ നിൽപ്പുണ്ട്. മൂവികളുടെ മുന്നിൽ സാർ ഇരിപ്പുണ്ട്, നാരായണ സാർ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുകയാണ് ഇവർ 4 പേരും. ഒരു പർട്ടിക്കുലർ സീനിൻ്റെ റഷാണ് മൂവികളയിൽ എഡിറ്റിങ്ങിനായി കയറ്റിയിരിക്കുന്നത്. ഈ സീനിൻ്റെ ചിത്രീകരണത്തിനിടയിൽ സഹസംവിധായകരിൽ നിന്ന് ആ ഉൾക്കിടലത്തിൽ നിൽക്കുകയാണ് കുര്യൻ വർണ്ണശാല. കാരണം ആ സീൻ എടുത്തപ്പോൾ എന്തോ ഒരു പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെന്ന് ജെ.സി. ജോർജിനും അറിയാം, കുര്യൻ വർണ്ണശാലയ്ക്കും അറിയാം. അപ്പോൾ ആ സീനാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. റഷ് ഇങ്ങനെ ഓടിത്തുടങ്ങിയപ്പോൾ കുര്യൻ്റെ നെഞ്ചിൽ തൃശ്ശൂർ പൂരം പോലെ മേളം മുഴങ്ങി തുടങ്ങി. ഹാർട്ട് ബീറ്റ് പടപ്പടപ്പ് പടപ്പടപ്പ് എന്നിങ്ങനെ അടിക്കുന്നുണ്ട്. ശ്രീവിദ്യയും വിൻസെൻറ്റുമായുള്ള ഒരു പാട്ട് സീനാണ് രംഗം. വിൻസെൻ്റ് പാടുന്ന പാട്ട് കേട്ട് അനുരാഗ വിവശയായി ശ്രീവിദ്യ സഹോദരനായ കെ.പി. ഉമ്മറിനെ കാണാതെ, അല്ലെങ്കിൽ കെ.പി. ഉമ്മർ കാണാതെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിനുള്ളിൽ പാട്ട് കേൾക്കുന്ന ശ്രീവിദ്യ ഇട്ടിരിക്കുന്ന ബ്ലൗസ് കറുത്തതായിരുന്നു. ചേട്ടനറിയാതെ പാട്ട് കേൾക്കാനായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ശ്രീവിദ്യ ഇട്ടിരിക്കുന്ന ബ്ലൗസ് വെള്ള നിറമായിപ്പോയി. അകത്ത് ബ്ലാക്കും പുറത്ത് വെള്ളയുമായിപ്പോയി. പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, വീടിനുള്ളിലെ സീനുകൾ 3 മാസം മുമ്പ് കോടമ്പക്കത്തെ കർപ്പക സ്റ്റുഡിയോയിലെ സെറ്റിലാണ് ചിത്രീകരിച്ചത്. സ്വാഭാവികമായും സഹസംവിധായകൻ ഓരോ സീനിലെയും കഥാപാത്രങ്ങളുടെ ഡ്രസ്സ് എന്താണ്, എന്ത് നിറമാണ്, കാലിലേത് ചെരുപ്പാണ്, കഴുത്തിലും കാതിലും കയ്യിലും എന്തൊക്കെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്, പൊട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്, എന്ത് നിറത്തിലുള്ളതാണ് എന്നൊക്കെ ഒരു ബുക്കിൽ വിശദമായി എഴുതും. സീൻ 1, സീൻ 2, സീൻ 3 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചിത്രീകരിക്കുന്ന സ്ഥലത്ത് എന്തെല്ലാമുണ്ട്, സെറ്റ് പ്രോപ്പർട്ടീസ് എന്തെല്ലാമുണ്ട് എന്ന് എഴുതി സൂക്ഷിക്കണം. ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു, മേശപ്പുറത്തൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു എന്നൊക്കെ എഴുതി വെക്കണം. കഴിയുമെങ്കിൽ
ഫോട്ടോഗ്രാഫർ കനിയുമെങ്കിൽ അയാളെ കൊണ്ട് ഒരു സ്റ്റില്ലും എടുത്ത് വയ്ക്കും. ഇപ്പോൾ കാലം മാറി. സംവിധാന സഹായിമാരുടെ പണികൾ എളുപ്പമായി. ക്യാമറയുള്ള ഫോണുകളല്ലേ എല്ലാവരിലും. പിന്നെ ഡിജിറ്റലും ആണല്ലോ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ പോരെ. വീഡിയോയായി ചിത്രീകരിച്ച് വച്ചാൽ അതെടുത്ത് ഒരു വട്ടം നോക്കിയാൽ പ്രശ്നം തീർന്നു. ഡ്രസ്സായാലും മേശപ്പുറത്തെ സാധനങ്ങളായാലും എല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാമല്ലോ. രസകരമായ സിനിമ കണ്ടിന്യൂറ്റി കഥകൾ ധാരാളമുണ്ട്. ഒരു സംവിധാന സഹായി ഡ്രസ് കണ്ടിന്യൂറ്റി ബുക്കിൽ എഴുതി വച്ചു. പെട്ടെന്ന് അയാളുടെ ആരോ മരിച്ചു. അയാൾ എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് പോയി. എടുത്ത സീനിൻ്റെ ബാക്കി പുറത്തേക്ക് പോകുന്നതോ അകത്തേക്ക് വരുന്നതോ എടുക്കാനായി സെറ്റ് റെഡിയായി. മറ്റൊരു സഹൻ അഭിനേതാക്കൾക്ക് ഡ്രസ്സ് കൊടുക്കാനായി ആ ഇട്ടെറിഞ്ഞു പോയ ആദ്യ സഹൻ എഴുതി വച്ചിരുന്ന ബുക്കെടുത്ത് ആ സീൻ നമ്പർ നോക്കി വസ്ത്ര അലങ്കാരകന് വായിച്ചു കൊടുത്തു. നായകൻ ഇടേണ്ട ഡ്രസ്സിൻ്റെ നിറം വായിച്ച പുതിയ സഹൻ മോശമല്ലാതെ ഒന്ന് ഞെട്ടി. നമ്മൾ തമിഴിൽ മുടിക്ക് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മലയാളത്തിലൊരു തെറിയാണത്. അങ്ങനെ തമിഴിൽ മുടിക്ക് പറയുന്ന കളറിലെ ഷർട്ട് എന്നാണ് ആദ്യ സഹൻ ബുക്കിൽ അണ്ടർലൈനിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കളറുള്ളതായി പുതിയ സഹൻ അറിയില്ല. അയാൾ ബുക്ക് കൊണ്ടുപോയി അസോസിയേറ്റ് ഡയറക്ടറെയും അസോസിയേറ്റ് ഡയറക്ടർ സംവിധായകനെയും അദ്ദേഹം നായകനെയും കാണിച്ചു എഴുതിയിരിക്കുന്നത്. എല്ലാവരും ചിരിച്ചപ്പോഴും നായകൻ തമിഴിൽ തലമുടിക്ക് പറയുന്ന പേരിൽ കളറുള്ള ഷർട്ടിനെ പറ്റി ചിന്തിച്ചു. കോസ്റ്റ്യൂമറോട് ഞാനിട്ട എല്ലാ ഷർട്ടുകളും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അതിൽ എഴുതാൻ പറ്റാത്ത നിറമുള്ള ഷർട്ട് നായകൻ തപ്പിയെടുത്തു. ഇതാവും അവൻ എഴുതിയ കളർ എന്ന് നായകൻ ഉറപ്പിച്ച് പറഞ്ഞു. അതിട്ട് ചിത്രീകരിച്ചു. കൃത്യം അത് തന്നെയായിരുന്നു ഷർട്ട്. ഈ പേരല്ലാതെ മറ്റൊരു കളർ പറയാൻ പറ്റാത്ത ഒരു നിറമായിരുന്നു ആ നായകൻ ഇടേണ്ട ഷർട്ടിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സംവിധായകൻ ഇങ്ങനെ എഴുതി വെച്ചത്, തമിഴിൽ തലമുടിയെ പറയുന്ന പേരെഴുതി വെച്ചത്. വിവരമറിഞ്ഞ സഹൻ അടക്കവും സഞ്ചയനവും 16 അടിയന്തരവും 41 സദ്യയും കഴിഞ്ഞിട്ടും പിന്നെ ആ പടം വർക്ക് ചെയ്യാൻ വന്നതേയില്ല. ചമ്മിപ്പോയി. നായകൻ അറിഞ്ഞില്ലേ. അപ്പോൾ അയാൾ സെറ്റിലേക്ക് വന്നാൽ നായകൻ ചോദിക്കില്ല, ഡേ ഞാൻ ഇടണ ഉടുപ്പ് തമിഴിൽ തലമുടിക്ക് പറയുന്ന കളറാണോ എന്ന് ചോദിക്കില്ല. അതുകൊണ്ട് ഒരു ചമ്മൽ നായകൻ്റെ മുഖത്തെങ്ങനെ നോക്കും. അതുകൊണ്ട് ആ പടത്തിൻ്റെ ബാക്കി വർക്കിന് വന്നില്ല. ഞാനായിരുന്നു എഴുന്നള്ളത്തിൽ ഡ്രസ് കണ്ടിന്യൂറ്റി എഴുതിയിരുന്നത്. സാമ്പത്തിക ഞെരുക്കവും ആർട്ടിസ്റ്റുകളുടെ സഹകരണമില്ലായ്മയും ഒക്കെയായി ഒരുപാട് നാൾ കിടന്നുപോയ സിനിമയായിരുന്നു എഴുന്നള്ളത്ത്. ജയറാം, മുകേഷ്, സിദ്ദിഖ് എന്നിവരായിരുന്നല്ലോ പ്രധാന വേഷക്കാർ. സിദ്ദിഖ് ചെയ്ത സുബ്രഹ്മണി എന്ന വേഷം ചെയ്യേണ്ടിയിരുന്നത് ജഗദീഷായിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു തോന്നുന്നു. അദ്ദേഹം ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ പെട്ടുപോയി, ആ സെറ്റിൽ പെട്ടുപോയി. പകരം കണ്ടെത്തിയത് നവാഗതനായ സിദ്ദിഖിനെയാണ്. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിലെ മൊത്തം സീനുകളേക്കാൾ കൂടുതൽ സീനുകൾ ഈ സിനിമയിലുണ്ടെന്ന് ത്രില്ലടിച്ച് സിദ്ദിഖ് അഭിനയിച്ചു. ഈ സിനിമ റിലീസായ താൻ തിരക്കുള്ളൊരു നടനായി മാറുമെന്ന് സിദ്ദിഖ് എപ്പോഴും പറയുമായിരുന്നു സെറ്റിൽ. എന്നാൽ ജയറാം, വിജയകുതിപ്പ് തുടങ്ങിയ കാലമാണ്. മുകേഷ് നല്ല തിരക്കിൽ നിൽക്കുന്ന സമയവും പല ഷെഡ്യൂളുകളായപ്പോൾ ഇവരുടെ ഈഗോ വർക്കൗട്ടായി. ജയറാമിൻ്റെ ഒരു 5 ദിവസത്തെ ഡേറ്റ് ഒപ്പിച്ച് ഒരു ഷെഡ്യൂളിന് റെഡിയാകുമ്പോൾ മുകേഷ് ഞാൻ ആ ദിവസങ്ങളിൽ ഇല്ല എന്ന് പറയും. മുകേഷ് തരുന്ന ഡേറ്റുകൾ ജയറാമിനോട് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേരളത്തിലേ ഉണ്ടാവില്ല എന്നായിരിക്കും അയാളുടെ മറുപടി. എന്ന് വിളിച്ചാലും വരാൻ ഒരു സിദ്ദിഖേ ഉള്ളൂ. യവന്മാർ ഈഗോ കളിച്ച് എൻ്റെ ഭാവി കളയുമെന്ന് പകുതി തമാശയായും പകുതി സങ്കടത്തോടെയും അക്കാലത്ത് സിദ്ദിഖ് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ വഴി മാറിപ്പോയി. എഴുന്നള്ളത്തിൻ്റെ ഒരു ഷെഡ്യൂൾ തുടങ്ങുന്ന ദിവസം പോത്തൻകോട്ടുള്ള ഒരു കൊട്ടാരത്തിലാണ് ഷൂട്ടിംഗ്. ലൊക്കേഷനിലെത്തിയോടാൻ സംവിധായകൻ പറഞ്ഞു, ദിനേശേ
നമുക്കിതുവരെ ജയറാമിൻ്റെ കഥാപാത്രമായ ജോസുകുട്ടിയുടെ അമ്മയുടെ വേഷത്തിന് ആയിട്ടൊരാളെ നിശ്ചയിച്ചിട്ടില്ല. ഒരു സീനേ ഉള്ളുവെങ്കിലും അത് അറിയപ്പെടുന്ന ഒരാൾ ചെയ്യണം. ഇന്ന് തലസ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ വിവാഹമാണ്. ദിനേശനെ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചില്ല. എന്തായാലും സുരേഷിൻ്റെ വിവാഹത്തിന് ഒട്ടുമിക്ക നടീനടന്മാരും വരും. ദിനേശ് അവിടം വരെ ഒന്ന് പോയി കവിയൂർ പൊന്നമ്മയെയോ സുകുമാരിയോ പോലുള്ള ഒരാളെ ജയറാമിൻ്റെ അമ്മയുടെ വേഷത്തിലേക്ക് തീർച്ചപ്പെടുത്തണം. പരിചിതനായിട്ടും ഒരാൾ വിവാഹം ക്ഷണിക്കാത്ത ഇടത്ത് പോകുന്നതിൽ എനിക്കെന്തോ ഒരു ചമ്മൽ. അത് മനസ്സിലാക്കി ഹരിസാർ പറഞ്ഞു, അവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോയി എന്നല്ലല്ലോ. പോവുക, നമ്മുടെ കാര്യം ഓക്കെ ആക്കുക, മടങ്ങുക. ഞാൻ സുബ്രഹ്മണ്യം ഹാളിൽ ചെന്നു. ആദ്യം കണ്ണിൽപ്പെട്ടത് തന്നെ കവിയൂർ പൊന്നമ്മയാണ്. വിശദമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഒരു സീനാണെങ്കിലും ഇമ്പോർട്ടൻ്റായ ഒരു കഥാപാത്രമാണ്. ജോസുകുട്ടി അപ്പച്ചൻ മരിച്ച ശേഷമാണ് അറിയുന്നത് താൻ അപ്പച്ചൻ എടുത്തു വളർത്തിയ മോനാണെന്ന്. അതാണ് സിനിമയിലെ മർമ്മപ്രധാനമായ സീൻ. ഒരു സീനേ ഉള്ളൂ എങ്കിലും ജോസുകുട്ടിയുടെ അമ്മയുടെ വേഷം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. വിശദമായി ഞാൻ പറഞ്ഞപ്പോൾ പൊന്നമ്മ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ച് മദ്രാശിക്ക് മടങ്ങാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പോണ്ടേ? നാളെ ആ സീൻ എടുത്തിട്ട് എന്നെ വിടുമല്ലോ. ചക്കരെ, എൻ്റെ ശമ്പളം നീ വാങ്ങിത്തരണം എന്നൊക്കെ പാവം പൊന്നമാമ എന്നോട് പറഞ്ഞു. പുറപ്പാടിൻ്റെ ഷൂട്ടിംഗ് മൂലമറ്റത്ത് അതിൽ അഭിനയിക്കാനായി വന്ന കാലം മുതൽ എന്നെ പൊന്നമാമ വിളിക്കുന്നത് ചക്കരെ എന്നാണ്. അങ്ങനെ വിളിക്കൂ. അതൊരു രഹസ്യമാണ്, ഒരു കഥയാണ്. എപ്പോഴെങ്കിലും പിന്നെ ആ ചക്കര വിളിയുടെ കഥ പറയാം. എല്ലാം ഏർപ്പാടാക്കി ഞാൻ തിരിച്ച് പോത്തങ്കോട് കൊട്ടാരത്തിലെത്തിയപ്പോൾ ചങ്കരം പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞ കണക്കായി. വീണ്ടും എഴുന്നള്ളത്ത് ഷെഡ്യൂൾ പാക്കപ്പായി. പൈസയില്ല. ഉച്ചയ്ക്ക് ഊണ് വാങ്ങിക്കാൻ പോലും പൈസയില്ല. ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസമാണ്. അഞ്ചാമത്തെ ഷെഡ്യൂളാണ്. കാര്യങ്ങളെല്ലാം വിശദമാക്കി ഞാൻ പിന്നെയും തലസ്ഥാനത്തേക്ക് മടങ്ങി. അമൃത ഹോട്ടലിൽ ചെന്ന് പൊന്നമ്മയുടെ കാര്യം പറഞ്ഞു. എന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയാലും ഈ വേഷത്തിനായി ഞാൻ വിളിച്ചോളാം എന്ന ഉറപ്പും കൊടുത്ത് ഞാൻ എൻ്റെ വഴിക്ക് പോയി. ആ വേഷം പൊന്നമ്മ തന്നെ പിന്നെ വന്ന് ചെയ്തു. പറയാൻ വന്നത്, ജയറാമിൻ്റെ ജോസുകുട്ടിക്ക് ഒരമ്മയെ തേടി ഞാൻ പോകുമ്പോൾ പോത്തങ്കോട് കൊട്ടാരത്തിൽ ജയറാം, മുകേഷ്, സിദ്ദിഖ്, ഇന്നസെൻറ്റ് എന്നിവരുള്ള ഒരു സീൻ എടുക്കുകയായിരുന്നു. ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ പടം ഷെഡ്യൂൾ പാക്കപ്പായി. ഒട്ടുമുക്ക പേരും പിരിഞ്ഞും കഴിഞ്ഞു. ഈ ചിത്രത്തിൽ പുറപ്പാടിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഒരു കഥാപാത്രത്തെയാണ് അസോസിയേറ്റായി എൻ്റെ നിർബന്ധത്തിന് വച്ചത്. അയാൾ ഇത് പല ഷെഡ്യൂളായി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. പുതിയ വർക്ക് കിട്ടിയപ്പോൾ എഴുന്നള്ളത്തിന് ഇട്ടേച്ച് പോയി. പിന്നെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും ഒക്കെ ഞാനായി മാറി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡേറ്റുകളും പണവും ഒക്കെ ഒപ്പിച്ച് ഷൂട്ട് തുടങ്ങി. പാക്കപ്പ് ആകുന്ന സമയത്ത് എടുത്ത സീനിൻ്റെ അവസാന ഭാഗം കൊട്ടാരത്തിൻ്റെ അകത്തു നിന്നും നേരത്തെ പറഞ്ഞ ജയറാം, മുകേഷ്, സിദ്ദിഖ്, ഇന്നസെൻറ്റ് എന്നിവർ പുറത്തു വന്നത് സിത്താര പോകുന്നത് നോക്കി സംസാരിക്കുന്നതാണ്. കണ്ടിന്യൂറ്റിയൊന്നും ആരും എഴുതിയിട്ടില്ല. അസോസിയേറ്റ് ആണെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്തു. സ്റ്റിൽസ് നോക്കി ഡ്രസ്സ് കൊടുത്തപ്പോൾ ഒരു സംശയം. ഇന്നസെൻ്റ് ഇട്ടിരിക്കുന്നത് കോറ തുണിയിലുള്ള ഒരു ഷർട്ടാണ്. അപ്പോൾ കോറ തുണിയിലുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നു ഈ സ്റ്റില്ല് നോക്കിയപ്പോൾ. ലക്ഷ്മണൻ നടുവത്ത് എന്ന് പറഞ്ഞ കോസ്റ്റ്യൂമറാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ല, കോറ തുണിയിലുള്ള ഷർട്ടല്ല അന്ന് കൊടുത്തത്, നീലയാണ് എന്ന് തീർത്തും പറഞ്ഞു. അപ്പോൾ അസിസ്റ്റൻ്റുമാർ പറയുകയാണ്, അല്ല, കോറ തുണിയുടെ കളറാണ്. കോസ്റ്റ്യൂമർ പറയുന്നു, അല്ല, നീലയാണെന്ന്. നീല ഷർട്ട് പക്ഷേ പെട്ടിയിൽ കാണാനില്ല.
എവിടെയൊക്കെ തപ്പി നോക്കിയത്. കാരണം വർഷങ്ങളായ സെറ്റപ്പല്ലേ. കഴിഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തുണികളെല്ലാം അലക്കാൻ കൊടുത്ത് അലക്കി വന്നപ്പോൾ നീല തുണി കളർ പോയതാകാം എന്നായി അടുത്ത കണ്ടുപിടുത്തം. എന്തിനധികം പറയുന്നു, ലക്ഷ്മണൻ പോയി കോടി കളറൊക്കെ, കളർന്നോ എന്തോ പറയുന്ന ഒരു സാധനമുണ്ടല്ലോ ഈ കളർ മുക്കാനുള്ള, ആ പൊടിയൊക്കെ വാങ്ങിയിട്ട് വന്ന് വെള്ളത്തിൽ കലക്കി വെള്ള കോറ ഉടുപ്പിനെ മുക്കി നീലയാക്കേണ്ടി വന്നു. അത് നല്ല ചൂടിൽ അയൺ ചെയ്ത് ശരിയാക്കി എടുക്കും വരെ ഷൂട്ടിംഗ് നടന്നില്ല. കവിയൂർ പൊന്നമ്മ വന്ന് അമ്മയായി അഭിനയിച്ചു. കാലടി ഓമന എന്ന സീരിയൽ നടിയെ കൊണ്ടുവന്ന് ജയറാമിൻ്റെ അച്ഛൻ്റെ സ്നേഹിതൻ KPSC സണ്ണിയുടെ ഭാര്യയാക്കി. ആദ്യമായി കാലടി ഓമന അഭിനയിച്ച സിനിമയാണ് എഴുന്നള്ളത്ത്. അതും എൻ്റെ കെയർ ഓഫിൽ. റഷസ് ഓടിച്ചിട്ട് റഷ് കട്ടിനായി റെഡിയാക്കി എഡിറ്റർ മുരളിയണ്ണൻ. ചിത്രാഞ്ജലിയിലാണ് എഡിറ്റിംഗ് നടക്കുന്നത്. ഈ പറഞ്ഞ സീനെത്തിയപ്പോൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഞാൻ. നേരത്തെ പറഞ്ഞ ഈ 4 സംഘം അകത്തെ ഹാളിൽ സംസാരിക്കുമ്പോൾ ഇന്നസെൻ്റ് നല്ല കോടി കളറിലുള്ള ഉടുപ്പിട്ട് നിൽക്കുന്നു. സംസാരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഇന്നസെൻ്റ് കഷ്ടപ്പെട്ട് കളറിട്ട് ഇസ്തിരിപ്പെട്ടിയിൽ ചൂട് കയറ്റി തേച്ചുണക്കിയ നീല ഷർട്ടിട്ടിരിക്കുന്നു. അകത്ത് വെള്ള, പുറത്ത് നീല. ജയറാമിനെയും മുകേഷിനെയും സിദ്ദിഖിനെയും നോക്കിയിരുന്ന ഹരിസാറിന് ഇന്നസെൻറ്റിൻ്റെ ഉടുപ്പ് മാറിയത് മനസ്സിലായില്ല. മുരളിയണ്ണൻ മൂവിയോള പിടിച്ചു നിർത്തി ഗർഭമുണ്ടാക്കുന്ന ഒരു നോട്ടം എന്നെ നോക്കി. ഞാൻ സംവിധായകൻ്റെ പുറകിൽ നിന്ന് ഗോഷ്ഠികൾ എന്തൊക്കെയോ കാണിച്ചു. അതിൽ മുരളിയണ്ണൻ വീണു. മരിക്കും വരെ ഹരിസാറ് ഈ ഉടുപ്പിൻ്റെ നിറം മാറ്റം അറിഞ്ഞതേയില്ല. ഇത്തരം ഒരുപാട് മറിമായങ്ങൾ സിനിമയിൽ നടക്കാറുണ്ട് അബദ്ധങ്ങൾ കൊണ്ട്. അതിലൊന്നാണ് ഉത്സവത്തിലെ പാട്ടിൽ സംഭവിച്ചത്. വീടിനകത്ത് കറുത്ത ജാക്കറ്റിൽ നിന്ന് പാട്ട് കേട്ട ശ്രീവിദ്യ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വെള്ള ജാക്കറ്റ് ഇട്ടിരിക്കുന്നു. IV ശശിയുടെ സർപ്പക്കണ്ണുകൾ അത് കണ്ടുപിടിച്ചു എന്നാണ് കുര്യൻ വർണ്ണശാല പറയുന്നത്. എഴുന്നള്ളത്തിൽ പറ്റിയ പോലെ ഒരു പറ്റ് ഉത്സവത്തിനും പറ്റിയതാണ്. വീടിനകത്തുള്ള സീനുകൾ 3 മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ചതാണ്. തറപ്പിച്ച് IV ശശി കുര്യനെ ഒന്ന് നോക്കി. കുര്യൻ ഈ സീൻ എടുക്കുമ്പോൾ എവിടെ നോക്കി നിൽക്കായിരുന്നു എന്നാണ് ശശിയേട്ടൻ ചോദിച്ചത്. സിനിമാ ഭാഷയിൽ ഇത് കണ്ടിന്യൂറ്റി ജമ്പാണ്. ആദ്യമായി അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ പണിക്ക് കൂടെ വന്ന വർണ്ണശാലയോട് ഒരു 10 പടം ചെയ്തിട്ടും താനിതൊന്നും പഠിച്ചില്ലേ എന്ന മട്ടിലാണ് IV ശശിയുടെ ചോദ്യം. ഒരു മുറിയിൽ ഒരു പായയിൽ കിടന്ന് ഉറങ്ങുന്ന കൂട്ടുകാരൻ എന്ന സ്വാതന്ത്ര്യം IV ശശിക്ക് കുര്യനോടുണ്ട്, കുര്യന് IV ശശിയോടുമുണ്ട്. തിരിച്ച് തൻ്റെ സംവിധായക സുഹൃത്തിനോട് എന്തും തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കുര്യനുള്ളതുകൊണ്ട് കുര്യൻ ഈ സീൻ എടുക്കുമ്പോൾ എവിടെ നോക്കിയായിരുന്നു നിന്നത് എന്ന IV ശശിയുടെ ചോദ്യം വന്ന ഉടനെ കുര്യൻ മറുപടി പറഞ്ഞു, ശ്രീവിദ്യയുടെ സീനുകൾ ഇനിയും നമുക്ക് എടുക്കാനുണ്ടല്ലോ, ഒരു ഷോട്ടങ്ങ് എടുത്താൽ പോരെ. IV ശശി ചോദിച്ചു, എന്ത് ഷോട്ട്? ശ്രീവിദ്യ വിൻസെൻ്റിൻ്റെ പാട്ട് വീടിൻ്റെ അകത്തുനിന്ന് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ജാക്കറ്റ് മാറ്റണമെന്ന് തോന്നി ശ്രീവിദ്യയ്ക്ക്. കറുപ്പ് മാറ്റി വെളുത്ത ജാക്കറ്റ് ഇടുന്ന ഒരു ഷോട്ടങ്ങ് എടുത്താൽ പോരെ. ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറാവുമെന്ന് കുര്യൻ വർണ്ണശാല ചോദിക്കുകയാണ്. IV ശശി മാത്രമല്ല, ഇത് കേട്ടിരുന്ന എഡിറ്റർ നാരായണൻ സാർ മൂവിയോള പിടിച്ചു നിർത്തിയിട്ട് ഒന്നൊന്നര ചിരി അങ്ങ് ചിരിച്ചു. അത്ര കൂളായിട്ടാണ് കുര്യൻ ചോദിച്ചത്. കറുത്ത ജാക്കറ്റ് ഇട്ട് പാട്ട് കേട്ടോണ്ടിരുന്നപ്പോഴേ പുറത്തേക്ക് പോവാം, അപ്പോൾ പുറത്ത് പോകുമ്പോൾ മിൻസെന്നെ കാണണമില്ലേ, അതുകൊണ്ട് ഈ ജാക്കറ്റ് മാറ്റാം എന്ന് പറഞ്ഞ് കറുപ്പ് മാറ്റി വെള്ള ജാക്കറ്റ് ഇടുന്ന ഒരു ഷോട്ട് എടുത്താൽ എല്ലാ ജമ്പും മാറുമല്ലോ എന്നാണ് ആദ്യ സിനിമ കന്യ ഏവനായിട്ട് വന്ന സിനിമയിൽ കുര്യൻ ചോദിച്ചത്. നീ PA തോമസിൻ്റെ ശിഷ്യനാകേണ്ടവനായിരുന്നു എന്ന് IV ശശി പറഞ്ഞപ്പോൾ
രംഗം തണുപ്പിച്ചുകൊണ്ട് നാരായണ സാർ പറഞ്ഞത്, ശശി, വെറും 10 ദിവസം കൊണ്ട് സിനിമയുടെ രഹസ്യങ്ങൾ മുഴുവൻ കുര്യൻ പഠിച്ചെടുത്തു എന്നായിരുന്നു. ലോക പിശുക്കനാണല്ലോ ശങ്കരാടിച്ചേട്ടൻ. ശങ്കരാടിച്ചേട്ടനും ജഗതിയും ജനാർദ്ദനും RK എന്ന രാധാകൃഷ്ണനുമൊക്കെ അടുത്ത കമ്പനി കൂടുന്നവരാണ്. വടപഴനിയിലുള്ള തൻ്റെ ഓഫീസിൽ കുര്യൻ വർണ്ണശാലയും ജഗതിയും ഒക്കെ ഇരിക്കുകയാണ്. 1982 കാര്യമാണ് ഈ പറയുന്നത്. 44 വർഷം മുൻപ് ഒരു 11 മണിയോടെ ശങ്കരാടിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ തന്നെ അത്രയും ഉയരമുള്ള ഒരു ഹാരവുമായി കുര്യൻ്റെ ഓഫീസിലേക്ക് കയറി വന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പട്ടു റോസാപ്പൂ മദുരാശിയിലെ പൂക്കടകളിൽ സുലഭമാണ്. ആരെയെങ്കിലും സ്വീകരിക്കാനും ആരെങ്കിലും മരിച്ചാലും ഈ പട്ടു റോസാപ്പൂവിലാണ് ഹാരമുണ്ടാക്കുന്നത്. ഹാരവും ചുവന്ന് കയറി വന്ന പാടെ ആ ഹാരം വർണ്ണശാലയുടെ കഴുത്തിലേക്കിട്ടു ശങ്കരാടി. എന്തിനാണിത് എന്ന് കുര്യൻ ചോദിക്കും മുമ്പ് ആ വലിയ ഹാരം കഴുത്തിലേക്ക് വീണ് കഴിഞ്ഞു. ഒപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന വാചകവും ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞു. അന്ന് കുര്യൻ വർണ്ണശാലയുടെ ജന്മദിനമാണ്. അതൊന്നും ഓർക്കാത്ത ആളാണ് കുര്യൻ വർണ്ണശാല. ഞാൻ പോലും ഓർക്കാത്ത എൻ്റെ ജന്മദിനം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാണ് ജഗതിയെ ചൂണ്ടിയിട്ട് ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞു, യവൻ ഇന്നലെ മുരുകാലയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നാളെ കുര്യൻ്റെ ജന്മനാളാണെന്ന്. തെക്കുറിശി അടക്കം വർണ്ണശാലയുടെ ഓഫീസിൽ ഇടയ്ക്കിടെ വരുമെങ്കിലും ശങ്കരാടി, ജഗതി, പ്രതാപചന്ദ്രൻ എന്നിവരെ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കാണണമെങ്കിൽ കുര്യൻ്റെ ഓഫീസിൽ ചെന്നാൽ മതി. പ്രൊഡക്ഷൻ മാനേജർമാർ, പത്രക്കാർ ഇവരൊക്കെ വർണ്ണശാലയിൽ വരും ഈ പറഞ്ഞവരെയൊക്കെ തിരക്കി. എന്തിനാണ് ഇത്ര കാശ് മുടക്കി ഹാരം വാങ്ങിച്ചതെന്നും ആ കാശ് മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് കുര്യൻ ചോദിച്ചപ്പോഴാണ് ഒരു നല്ല മറുപടി ശങ്കരാടി പറഞ്ഞത്. എടാ കുര്യൻസേ എന്നാണ് വിളിക്കുന്നത്. എടാ കുര്യൻസേ, ഞാൻ എന്തായാലും നിന്നേക്കാൾ മുമ്പേ മരിക്കും. നീ മരിക്കുന്ന സമയത്ത് റീത്ത് സമർപ്പിക്കാൻ അപ്പോൾ ഞാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യവും ഏത് മരണവും ജന്മദിനവും ഒന്നായി നൽകിയെന്ന് കുര്യൻസ് കൂട്ടിയാൽ മതി എന്ന് പിശുക്കനായ ശങ്കരാടിച്ചേട്ടൻ 1+1 ചേർത്തങ്ങ് വാങ്ങിയതാണ്. നിൻ്റെ മരണത്തിന് ഞാൻ ഇട്ടതായിട്ട് കൂട്ടിക്കോ, നിൻ്റെ ജന്മദിനം ഇട്ടാലും കൂട്ടിക്കോ എന്നാണ് 1+1 ആയിട്ടാണ് ശങ്കരാടിച്ചേട്ടൻ ഈ കൂറ്റൻ ഹാരം കൊണ്ടിട്ടത്. ക്രിസ ആർട്സിൻ്റെ ബാനറിൽ റവറൻറ്റ് സുമി നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയായിരുന്നല്ലോ കാറ്റ് വിതച്ചവൻ. ഈ സിനിമയുടെ കലാസംവിധായകനും സഹസംവിധായകനുമായിരുന്നു IV ശശി. മേരി ശൈലജ പാടിയ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന പീറ്റർ റൂബൻ സംഗീതവും പൂച്ചൽ ഖാദർ ഗാനരചനയും നിർവഹിച്ച പാട്ട് ഇന്നും മങ്ങലേൽക്കാതെ നിലനിൽക്കുന്ന പാട്ടാണ്. നല്ല ഭക്തിഗാനമല്ലേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത്. ஃபேஸ்புக்கில் என் மகளை மீட் பண்ணிட்டு அதுக்கப்புறம் என்னை எங்கே இருக்கான்னு கண்டுபிடிச்சி எங்கேயோ இருந்த என்னை வெளிக்கு கொண்டு வந்தது ரவி மேனன். அவங்களுக்கு ரொம்ப தேங்க்ஸ் சொல்லிக்கிறேன். படம் எப்பழும் படம் നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പടം. வாழ்த்துന്ന ദൈവമേ നിൻ മഹത്വം, വാഴ്ത്തുന്ന രക്ഷകാ നിന്റെ നാമം. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഹൃദയത്തിനൽ താരയിൽ വന്നിൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൽ താരയിൽ വന്നിൻ അഴലിൻ കൂരിരുൾ മാറ്റി.
പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ഈ സിനിമ ശരിക്കും സംവിധാനം ചെയ്തത് ഐ വി ശശിയായിരുന്നു. അത് കണ്ട ആ ചിത്രത്തിലെ നായിക വിജയ നിർമ്മല തനിക്കും ഇതുപോലൊരു സിനിമ ചെയ്തു തരാൻ ഐ വി ശശിയെ ഏൽപ്പിച്ചതാണ് കവിത എന്ന് പറഞ്ഞ സിനിമ. പിന്നീട് ഐ വി ശശിയെ കൊണ്ട് സിനിമ ചെയ്യിച്ച് സ്വന്തം പേരിട്ട വിജയ നിർമ്മല ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത സ്ത്രീയായി വളർന്നു. തമിഴിലും തെലുങ്കിലും അവർ സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ടാക്കി. കാറ്റ് വിതച്ചവൻ നിർമ്മിച്ച ക്രിസാട്സ് പടം റിലീസായ ഉടനെ ഐ വി ശശിയെ കൊണ്ട് ഉത്സവം തുടങ്ങാം എന്നേറ്റിരുന്നു. ഉത്സവത്തിന് വെള്ളം വെള്ളം സർവത്ര എന്നാണ് തിരക്കഥാകൃത്ത് ഷെരീഫ് ആദ്യം പേരിട്ടത്. പിന്നീട് അത് മാറ്റി കായൽ എന്നാക്കി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഉത്സവം എന്നുറപ്പിച്ചു. കാറ്റ് വിതച്ചവൻ വിചാരിച്ചതുപോലെ വിജയമായില്ല. പ്രേം നസീർ എന്ന താരം വലിയ വിജയമായി നിൽക്കുകയും മധു ശക്തനായ നായകനായി ശ്രദ്ധേയനാകുകയും ചെയ്ത സമയത്ത് കാറ്റ് വിതച്ചവനിൽ ഉമ്മർ സാറായിരുന്നു നായകൻ. അതിനാലാകണം പ്രദർശന വിജയം നേടിയില്ല. ഒപ്പം റവറൻറ്റ് സുവിയുടെ ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിക്കുകൂടിയായപ്പോൾ ഉത്സവത്തിൽ നിന്ന് അവർ പിന്മാറി. ഈ ചർച്ചകൾക്കിടയിലാണ് കുര്യൻ വർണ്ണശാല സഹസംവിധായക മോഹവുമായി ഐ വി ശശിയുടെ അടുത്തെത്തുന്നത്. ഐ വി ശശിയുടെ സംവിധാന മോഹവും വർണ്ണശാലയുടെ സഹസംവിധാന മോഹവും അസ്തമിച്ചു. പുതിയൊരു നിർമ്മാതാവിനെ തേടി ഇരുവരും ശ്രമങ്ങൾ ആരംഭിച്ചു. നിരാശയായി ഇരുന്നിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് എന്നെ ഇറങ്ങി നടന്നു ഒരു നിർമ്മാതാവിനെ പിടിക്കാൻ. ഈ സമയത്ത് തെക്കുറിശ്ശിയെ കൊണ്ട് ഉർവശി ഭാരതി ചെയ്യിച്ച കോഴിക്കോട് സ്വന്തമായി തിയേറ്ററുകളിലുള്ള രാമചന്ദ്രനെ പറ്റി ഓർക്കുന്നു. ഉർവശി ഭാരതിയുടെ പരാജയം രാമചന്ദ്രനെ നന്നായി ബാധിച്ച സമയമാണ്. ഉർവശി ഭാരതിയുടെ ചിത്രീകരണ സമയത്ത് ഐ വി ശശിയും രാമചന്ദ്രനും പരിചയപ്പെട്ടിരുന്നു. രണ്ടുപേരും കോഴിക്കോട്ടുകാരാണല്ലോ. ഉത്സവത്തിൻ്റെ കഥ ഐ വി ശശി കോഴിക്കോട്ട് ചെന്ന് രാമചന്ദ്രനോട് പറഞ്ഞു. 4 ചുറ്റും വെള്ളം കൊണ്ട് മൂടപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം, പക്ഷേ കുടിക്കാൻ പറ്റിയ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരു നാടിൻ്റെ കഥ രാമചന്ദ്രന് ഇഷ്ടമായി. ഞാൻ ഈ സിനിമ ചെയ്യാം എന്ന് രാമചന്ദ്രൻ വാക്കു കൊടുത്തു. അക്കാലത്ത് കോടമ്പക്കം പവർ ഹൗസ് റോഡിൽ ഒരു ചെറിയ വീട്ടിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മുറിയിലാണ് കുര്യൻ വർണ്ണശാല രാപ്പാർക്കുന്നത്. ഐ വി ശശിയും തിരക്കഥാകാരൻ ആലപ്പി ഷെറീഫും താമസിക്കുന്നത് സാംകോ ലോഡ്ജിലാണ്. തൊട്ടടുത്ത വീട്ടിൽ, സാംകോ ലോഡ്ജിൻ്റെ മതിലിൻ്റെ തൊട്ടടുത്ത വീടെന്ന് പറയുന്നത് കമൽഹാസൻ താമസിക്കുന്ന വീടാണ്. എന്നും രാവിലെ 8 മണിക്ക് സാംകോ ലോഡ്ജിൽ കുര്യനെത്തും. രാത്രി ഒരു 7 മണിയാകുമ്പോൾ വാടക വീട്ടിലേക്ക് മടങ്ങും. അതുവരെയുള്ള ഭക്ഷണം, ഉച്ചമയക്കം എല്ലാം ഐ വി ശശി ഷെറീഫിൻ്റെയും വകയാണ്. ഐ വി ശശിയെ പരിചയപ്പെട്ട അന്ന് തന്നെ ഐ വി ശശി ഷെറീഫിന് കുര്യനെ പരിചയപ്പെടുത്തി കൊടുത്തു. കുര്യൻ്റെ കയ്യക്ഷരത്തിൽ ആലപ്പി ഷെറീഫ് വീണു. തിരക്കഥയുടെ കോപ്പി എടുക്കാൻ കുര്യനെ ഏൽപ്പിച്ചാലോ എന്നായി ഷെറീഫ്. അത് വേണ്ട, കുര്യൻ എൻ്റെ കൂടെ സഹസംവിധായകനാകാനാണ് ഉദ്ദേശം എന്ന് ഐ വി ശശി. ഉത്സവത്തിൻ്റെ അന്ന് കായൽ എന്നാണ് തിരക്കഥാകാരൻ പേരിട്ട് വച്ചിരുന്നത്. ആ തിരക്കഥ ഒറ്റ ഇരിപ്പിലിരുന്ന് കുര്യൻ വായിച്ചു. ഈ സിനിമ മലയാളത്തിലൊരു മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് ഐ വി ശശിയോടും ഷെറീഫിനോടും കുര്യൻ ഉറപ്പ് പറഞ്ഞു. ഇതിനിടയിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. സഹസംവിധായകനായി കുര്യൻ വർണ്ണശാലയോടൊപ്പം ജെ സി ജോർജിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സാംകോ ലോഡ്ജിൽ ഒരു മുറിയിലാണ് ജെ സി ജോർജിൻ്റെയും താമസം. ഐ വി ശശി സംവിധാനം ചെയ്ത ജയൻ നായകനായ കരിമ്പനയ്ക്ക് തിരക്കഥ എഴുതിയത് ഈ ജെ സി ജോർജായിരുന്നു. ജയനെ നായകനാക്കി ജെ സി ജോർജ് ഒരു പടം സംവിധാനം ചെയ്തു. അകാലത്തിലെ ജയൻ്റെ മരണത്തോടെ പടം പാതി വഴി കടന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മമ്മൂട്ടിയെ മറ്റൊരു ക്യാരക്ടർ ചെയ്യിച്ച് പടം പൂർത്തിയാക്കി കോമരം എന്ന പേരിൽ
റിലീസ് ചെയ്തു. ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല അന്ന് ഐ.വി. ശശിക്കായാലും ജോർജിനായാലും നമ്മുടെ ഷെറീഫിനായാലും. കുര്യൻ്റെയിൽ ഒന്നുമില്ല. താമസിക്കുന്ന സാംകോ ലോഡ്ജിൽ ആകെ ഉള്ളത് 4 കുളിമുറിയാണ്. അതിലൊരു കുളിമുറിയുടെ വാതിൽ തകർന്നു പോയതിനാൽ അതാരും ഉപയോഗിക്കാറില്ല. അതാണ് ഐ.വി. ശശി എന്ന ഹിറ്റ് മേക്കറായി പിന്നീട് വളർന്ന മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ അവളുടെ രാവുകൾ അടക്കം തിരക്കഥ എഴുതി ശ്രദ്ധേയനായ ആലപ്പി ഷെറീഫിൻ്റെയും ശിഷ്യന്മാരായ കുര്യൻ വർണ്ണശാല, ജെ.സി. ജോർജ് എന്നിവരുടെയും അന്നത്തെ എക്സ്ട്രാ ഓർഡിനറി മോഡേൺ കിച്ചൺ ഈ കുളിമുറിയായിരുന്നു. അവിടെ മണ്ണെണ്ണ ഒഴിച്ചാലും മുനിഞ്ഞു കത്തുന്ന സ്റ്റൗവിലായിരുന്നു പാചകം. ഇവിടെ പരിചിതനായ ഒരു രഘു വീട്ടിൽ നിന്നും എല്ലാ ദിവസവും വെജിറ്റേറിയൻ കറികൾ കൊടുത്തയക്കും. ചോറ് ഈ പറഞ്ഞ മണ്ണെണ്ണ സ്റ്റൗവിൽ ഉണ്ടാക്കണം. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ പയ്യൻസ് ആയതിനാൽ അരി വേവിക്കാനുള്ള പണിയൊന്നും കുര്യനെ ഏൽപ്പിക്കാറില്ല. ആലപ്പി ഷെറീഫും ഐ.വി. ശശിയും ജെ.സി. ജോർജും അരി വേവിക്കുന്ന പണി ഏറ്റെടുക്കും. ഉത്സവത്തിൻ്റെ കഥ പോലും പകുതിയേ ആയുള്ളൂ. ഐ.വി. ശശിയും ആലപ്പി ഷെറീഫും ജെ.സി. ജോർജും കുര്യൻ വർണ്ണശാലയും ചേർന്ന കഥയുടെ ബാക്കി ഇനി ഒരിക്കൽ വേറൊരു എപ്പിസോഡിൽ പറയാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കുര്യൻ വർണ്ണശാലയെയും ജെ.സി. ജോർജിനെയും ഐ.വി. ശശിയുടെ ആദ്യ കാലഘട്ടത്തെയും ആലപ്പി ഷെറീഫിൻ്റെ കഥയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് 1-ാം ഭാഗം എന്നുള്ള രീതിയിൽ ഈ കഥ ഇവിടെ നിർത്താം. 2-ാം ഭാഗം വരുന്ന ആളുകളിൽ ഞാൻ പറയാം. നന്ദി, നമസ്കാരം.